നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. ജി ടി വേഴ്സസ് കെ കെ ആർ. അങ്ങനെ കെ കെ ആർ വീണ്ടും ജി ടിക്ക് പണി കൊടുത്തിരിക്കുകയാണ്. അതായത് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, ടേബിൾ ബോട്ടത്തിലുള്ള ടീമുകൾ ടേബിൾ ടോപ്പിനുള്ള ടീമുകൾക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് പണി കൊടുക്കുന്നത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കെ കെ ആർ നമ്മൾ ഇന്നലെ പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു, ഒരു അത്ഭുതം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സെപ്ഷണൽ ഇന്നിങ്സ് ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കെ കെ ആറിന് വിൻ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. അത് അതേപോലെ തന്നെ സംഭവിച്ചു. ഫിൻ അലൻ കത്തി കയറി കെ കെ ആർ ഇന്ന് വിജയിച്ചു. നമുക്ക് ഡീപ്പായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വെൽക്കം അരുൺ ബ്രോ. ഹായ്. ഇന്ന് ഫിന്നലിൻ്റെ ഒരു എക്സെപ്ഷണൽ ബാറ്റിംഗ് പെർഫോമൻസ് നമുക്ക് ഒന്നുകൂടെ കാഴ്ചവെക്കാൻ പറ്റി. രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൂർണമെൻറ്റിലാകെ രണ്ടാമത്തെ തവണയാണ് ഫിന്നലൻ ബാറ്റിംഗ് ബിയോണ്ട് പവർ പ്ലേ. ആ രണ്ട് തവണയും അതെ, ഫിന്നലൻ 50 ക്രോസ് ചെയ്തു. ഒരു കളി സെഞ്ചുറി അടിച്ചു, ഒരു കളി 93 അടിച്ചു. ആ രണ്ട് കളിയും ഫിന്നലൻ 10 സിക്സ് വീതം അടിച്ചു എന്നുള്ളതും രസകരമായ ഒരു സ്റ്റാറ്റാണ്. അതെ. ജി ടിയുടെ ബോളിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ഓഫ് ഡേ ഇന്ന് സംഭവിച്ചു. എവേ ഫ്രം ഗുജറാത്ത് അവർക്ക് പണി കിട്ടി. നല്ല ഫ്ലാറ്റ് ട്രാക്ക് ആയിരുന്നു. അത് മാത്രമല്ല, ഇന്ന് കുറച്ച് ടാക്ടിക്കലായിട്ട് മിസ്റ്റേക്സ് ലെങ്ത്തിന്റെ കാര്യത്തിൽ അവരുടെ ബോളേഴ്സ് ചെയ്തതായിട്ട്, പ്രത്യേകിച്ച് ഫിന്നാലൻ ബാറ്റ് ചെയ്തപ്പോഴത്തേക്ക് ചെയ്തതായിട്ട് തോന്നി. അപ്പോൾ ഇതൊരു വിറയിക്കുന്നൊരു സംഭവമാണോ ജി ടിയെ സംബന്ധിച്ച്, അതോ ഇത് ജസ്റ്റ് ആൻ ഓഫ് ഡേ എന്നുള്ളതേ ഉള്ളൂ? ജി ടി ബോളേഴ്സ്, ഞാൻ പറഞ്ഞില്ലേ, ജി ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് ജി ടിയിലെ ഗ്രൗണ്ട്, ഏകനയിലെ ഗ്രൗണ്ട്, ചെന്നൈയിൽ നടന്ന ഉച്ചക്കത്തെ കളി, ആ ഒരു കണ്ടീഷൻസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ജി ടി പണി മേടിക്കും. അത് കാരണം ജി ടിയുടെ ബോളേഴ്സ് എല്ലാം ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റുള്ള ബോളേഴ്സാണ്. അവർക്കൊരു ഡിഫെൻസീവ് ബോളറില്ല. മനസ്സിലായി? അതായത് ഒരു 2 ഓവർ അവരെ ടേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഒന്ന് ഡിഫെൻസീവായിട്ട് എറിയണം എന്നുള്ള രീതിയിലുള്ള ഒരു ബോളേഴ്സ് ഇല്ല. സേ ആൻ എക്സാമ്പിൾ, ഇപ്പോൾ പല ടീമുകൾ എടുത്തു കഴിഞ്ഞാൽ ബുംറ മുംബൈക്ക് വേണ്ടി, ഇപ്പം എത്രക്ക് ബുംറ എക്സ്പെൻസീവ് ആയാലും 40 റൺ വരെ പോകത്തുള്ളൂ, അല്ലെ 45 റൺ വരെ പോകത്തുള്ളൂ. പിന്നെ ഒരു ഡിഫെൻസീവ് മോഡിലേക്ക് മാറും. ഇപ്പോൾ പഞ്ചാബിനാണെങ്കിൽ അർസീബ് അടി തുടങ്ങി കഴിഞ്ഞാലും പെട്ടെന്നൊരു ഡിഫെൻസീവ് മൈൻഡ് സെറ്റിലേക്ക് വരും. ബാംഗ്ലൂരാണെങ്കിൽ ഭുവനേശ്വർ കുമാർ, അല്ലെങ്കിൽ സൺറൈസേഴ്സിനാണെങ്കിൽ കമ്മിൻസ്, ലൈക്ക് അങ്ങനെ ഒരു ഡിഫെൻസീവ് മൈൻഡ് സെറ്റുള്ളൊരു ബോളർ ഇല്ല അവിടെ. അത് അവരുടെ ഒരു പരാജയമാണ്. പിന്നെ അവർ ഓപ്പറേറ്റ് ചെയ്ത ലെങ്ത്, ലൈക്ക് പ്യുവർലി ഇന്ന് ജി ടിക്ക് ലെങ്ത് പാളിപ്പോയി. അതാണ് പറ്റി. അവർ സ്ഥിരം ചെയ്യുന്ന പോലെ ഹിറ്റ് ദ ഡെക്ക് എന്നുള്ള രീതിയിൽ നോക്കി, പക്ഷേ അതവിടെ പറ്റത്തില്ല. കാരണം സ്മോൾ ഗ്രൗണ്ട്സിൽ പറ്റത്തില്ല. ഇതേ പ്രശ്നം തന്നെയാണ് അവർക്ക് ചിന്നസ്വാമി പറ്റിയത്. കാരണം ഒന്ന് ടോപ്പ് എഡ്ജ് ചെയ്താലോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ബാറ്റ് ചെയ്താലോ അത് സിക്സ് ആവും. അതാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത്. ബാറ്റിങ്ങിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കേക്കറിന്റെ ബാറ്റിംഗ് പറയുകയാണെങ്കിൽ ഫിന്നാലൻ തുടങ്ങിയെടുത്ത് ഞാൻ കരുതിയത് ഒരു 11th ഓവറൊക്കെ കഴിഞ്ഞ് ഫിന്നാലൻ ഔട്ടായപ്പോൾ ഞാൻ കരുതിയത് കുറച്ച് സ്ലോ ആവുമെന്നാണ്. പക്ഷേ രഘുവൻഷി നമ്മളെപ്പോഴും ഉള്ള പോലെ സ്റ്റാർട്ടിങ് കുറച്ച് സ്ലോ ആയിരുന്നുണ്ടെങ്കിൽ പിന്നീട് ഫിനിഷിങ് എക്സെപ്ഷണലായിരുന്നു. ഗ്രീനും എക്സെപ്ഷൻ. അതുപോലെ തന്നെ രഘുവൻഷി, പ്രത്യേകിച്ചും ആ സിറാജിന്റെ സെക്കൻഡ് ലാസ്റ്റ് ഓവർ, അത് റൺ അടിച്ചു എന്ന് മാത്രമല്ല, അടിച്ച രീതി വളരെ ക്രിയേറ്റീവ് ആയിരുന്നു, ഇന്നവേറ്റീവ് ആയിരുന്നു. ഷോട്ട്സ് ഒക്കെ എല്ലാ ടൈം, അതായത് ഇത്ര ഒരു യങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഇത്ര ഇന്നോവേറ്റീവ് ആയിട്ട് കളിക്കുക, എല്ലാ കൈൻഡ് ഓഫ് ഷോട്ട്സും കളിക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു താരം വളർന്നു വരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അപ്പോൾ വലിയൊരു അങ്ങനെ സൂചനയാണ്. നോക്കുമ്പോഴും കെ കെ ആർ ഇന്ന് നന്നായിട്ട് ബാറ്റ് ചെയ്തു. അതായത് അതെ അതെ. കെ കെ ആർ രഹാനെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ കെ ആർ ഡൺ എ റീസെൻറ്റ് ജോബ്. രഹാനെ പിന്നെയും ഈ പറഞ്ഞൊരു 14 പന്തിൽ 14, അതായത് പവർ പ്ലേയിൽ 2 ഓവർ അങ്ങ് സ്വന്തമായിട്ട് നിന്നങ്ങ് തീർക്കുക. രഹാനെ ഈസ് നോട്ട് അറ്റ് ഓൾ അതെ, ലുക്കിംഗ് എ ഗ്ലിംസ് ഓർ എ ടച്ച്. രഹാനെ ഒരു ടച്ചറായിട്ട് എനിക്ക് തോന്നുന്നു. ഇന്ന് ഔട്ടായ ബോൾ കാണാം, ഒരു ഹാഫ് ഹാർട്ടഡ് ബോളാണ്. അതൊന്നും ഒരു വിക്കറ്റ് ടേക്കിംഗ് അതെ, ഡെലിവറിയിലല്ല നത്തിങ് ഔട്ടാവുന്നത്. ഷോട്ട്. അതെ 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 അതെ. അതാണ് വോറിങ് ചെയ്യുന്ന ഫാക്ടർ. അല്ല, ഈ പക്ഷെ പവർ അതിനെ ഒരു പ്ലേയിൽ രഹാനെ ബാറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ, രഹാനെ കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ട് ബാറ്റ് ചെയ്തെങ്കിൽ പവർ പ്ലേയിൽ റൺ കയറിയത്. ഇത്ര അടിച്ച പിന്നെ കെ കെ ആറിന്റെ പവർ പ്ലേയിലെ റണ്ണ് 56 റണ്ണാണ്. അപ്പോൾ 56 ആലോചിക്കല്ലോ, ഓക്കെ, രഹാനെ ഒരു സൈഡിൽ സ്ലോ അതായത് ആയതുകൊണ്ട്. അതെ, റഹാനെ നിന്ന് ആ 2.2 ഡെലിവറീസിൽ റണ്ണേ ബോളാണ് വന്നിരിക്കുന്നത്. ബാക്കി കൊണ്ടാണ് ഇവർ അത്ര എത്തിച്ചത്. ഇപ്പോൾ റഹാനയുടെ സൈഡിൽ നിന്ന് ഒരു ഇൻറ്റൻറ്റൂടെ വരണം. അതാണ് ലാക്ക് ചെയ്യുന്നത് അവരെ സംബന്ധിച്ച്. ഈ ടൂർണമെൻറ്റിലേക്ക് എനിക്ക് തോന്നുന്നു ലോവസ്റ്റ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ആവറേജ് ചിലപ്പോൾ ഇവർക്കായിരിക്കും, കെ കെ ആറിനായിരിക്കും. 24 മറ്റോ ആണ് അവരുടെ. അതെ, ഈ 12 ഇന്നിങ്സ് കളിച്ചതിൽ ഒരു ഇന്നിങ്സിൽ പോലും അവരുടെ ഓപ്പണിംഗ് പേയേഴ്സ് പവർ പ്ലേ ക്രോസ് ചെയ്തിട്ടില്ല. അതിന് അവർ വിക്കറ്റ് പോകും. ശരി. അവരുടെ ഹയസ്റ്റ് പവർ പ്ലേ അതെ, സ്കോർ അത് ഇൻ എഗനിസ്റ്റ് ടീം എന്ന് പറയുന്നത് 50 വിത്തൗട്ട് എ വിക്കറ്റ്. അതവരെ ശരിക്കും ശരിക്കും അതെ. വറി ചെയ്യിക്കുന്ന ഫാക്ടറാണ്.
അതെ, രഹാനെ ഇപ്പൊ ഇങ്ങനെ കളിച്ചു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു മാച്ചിന്റെ ഒരു പ്രത്യേകത, ഈ രഹാനെ കളിച്ച് അതിനുശേഷം KKR ഇങ്ങനെ ഒരു ടോപ്പ് ഓർഡർ അവർക്ക് ഫോം ആയിട്ടുള്ള ഫിന്നാലൻ ഫോമായി, അതല്ലാതെ രഘുവൻഷി ഫോമിൽ ഉള്ളതുണ്ട്, അതുപോലെ ഗ്രീൻ ഉണ്ട്. ശരിക്കും അവരുടെ ഒരു ലോവർ മിഡിൽ ഓർഡറിലേക്ക് എത്താനായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ GT കളഞ്ഞ് തൊലച്ചായിട്ടാണ് തോന്നുന്നത്. ഒരുപാട് ക്യാച്ചസ് മിസ് ചെയ്തു. ഇതുവരെയുള്ള GTയുടെ ഒരു ഫീൽഡിങ്ങേ അല്ലായിരുന്നു. അപ്പൊ ഇന്ന് വളരെ സിറ്റേഴ്സ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും ഫിന്നാലൻ്റെ 33 നിന്നപ്പോൾ സിറാജിന്റെ കയ്യിൽ വന്നൊരു സിറ്റർ, അത് കളഞ്ഞത് ക്രിമിനൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കളഞ്ഞിട്ട് കളി ജയിക്കാനേ പറ്റില്ല. കാരണം ഫിന്നലനൊക്കെ എന്ന് പറഞ്ഞാൽ കത്തി കയറി കഴിഞ്ഞാൽ ഒരു ചാൻസ് വരും, ഒരു ചാൻസ് എന്തായാലും തരും. ആ ചാൻസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ മാച്ച് എടുത്തോണ്ടേ പോകത്തുള്ളൂ എന്നുള്ളതാണ്. പിന്നീട് സത്യം പറഞ്ഞാൽ ഭാഗ്യം കൊണ്ടാണ് പുള്ളി കുറച്ചും കൂടെ അങ്ങോട്ട് കളിക്കായിരുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ അടിച്ച നിലംപരിശാക്കാന്. അപ്പൊ അതെ, ഈ ആ ജി ഒരു ടിയെ നല്ല സംബന്ധിച്ചാണെങ്കിലും രീതിയിലുള്ള ജി ടി മിസ്റ്റേക്ക്. ഇന്ന്, അതെ അതെ, ജി ടി ഇന്ന് 4 ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതിലുപരി GT വാസ് ലൈക്ക് പൂർ ഇൻ ദ ഔട്ട്ഫീൽഡ്. എത്ര മിസ്ഫീൽഡ് അവരുടെ കയ്യിൽ നിന്ന് പോയത്, എത്ര മിസ്ഫീൽഡാണ് ഫോർ തടഞ്ഞു നിർത്തേണ്ടത് പോയതെന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് പറയും. ലൈക്ക് ഫീൽഡിങ് വാസ് വെരി പുവർ. ഒന്നാമത്തെ കാര്യം, അവിടെ കളി പോയി. അതിലുപരി ഇത്രയും മാത്രം ടോട്ടൽ അവർ അടിക്കും എന്ന് GT ഒരിക്കലും വിചാരിച്ചില്ല. 247 എന്ന് പറയുന്നത് GTക്കെതിരെ അടിക്കുന്ന ഹയസ്റ്റ് സ്കോറാണ്. എനിക്ക് തോന്നുന്നു KKRന്റെ തേർഡ് ഹയസ്റ്റ് സ്കോറാണ് ഈ 247 എന്ന് പറയുന്നത്. മനസ്സിലായി. അപ്പോൾ അവിടെ ഉള്ള പാറിനേക്കാട്ടിലും ഓൾമോസ്റ്റ് ഒരു 30 റണ്ണിൽ കൂടുതൽ എത്തിയവർ. അപ്പം അത് തിരിച്ചടിയൊന്നും അവിടെ നടക്കത്തില്ല. നമ്മൾ ആദ്യം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്, GTക്കെതിരെ ഒരു ടീം ഒരു 240 ആ റേഞ്ചിൽ അടിക്കുന്ന മാച്ചുകൾ GT സ്ട്രഗിൾ ചെയ്യുന്നുള്ളത്. അത് കറക്റ്റ് അച്ചട്ടായിട്ട് തന്നെ വന്നു. ഈ റീസെന്റ് ടൈംസിൽ 240 അവരത് പോലും മാനേജ് വേണ്ട, ചെയ്തുകൊണ്ടിരുന്നിരുന്നു. 210ന്റെ അതെ, അതെ, മണ്ടക്കോട്ട് റീസെൻ്റ്ലി GT ചേസ് ചെയ്തിട്ടില്ല. അതെ. അത് അവർക്കൊരു പണിയായിട്ട് വന്നത്. ഇന്റന്റ് വളരെ മോശമായിരുന്നു. ഇപ്പൊ റണ്ണ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഇപ്പോൾ സായ് സുദർശൻ റൺ അടിച്ചു, ഗില്ല് റൺ അടിച്ചു, ബട്ട്ലർ റൺ അടിച്ചു. എനിക്ക് ഏറ്റവും ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തോന്നിയത് ബട്ട്ലറിന്റെ ഇന്നിങ്സ് ആണ്. കാരണം ഇങ്ങനെ ഒരു 247 ചേസ് ചെയ്യുന്ന സമയത്ത് ഗില്ലും സായ് സുദർശനും നമുക്കറിയാം ഏത് രീതിയിലാണ് കളിക്കുന്നത് എന്നുള്ളത്. അവിടെ ഒരു എക്സെപ്ഷൻ, ഒരു എക്സ് ഫാക്ടർ ഇന്നിങ്സ് കളിക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആകെ ഉള്ളത് ജോസ് ബട്ട്ലറാണ്. അപ്പോൾ ജോസ് ബട്ട്ലറിന്റെ ഓൾറെഡി ഫോം നമ്മളുടെ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ഇന്നിങ്സിന്റെ സ്ട്രൈക്ക് റേറ്റും വളരെ വെറിയിങ് ആണ്. അത് മാത്രമല്ല അവരുടെ ഒരു മൊമെന്റം ആദ്യമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്, ആ ഒരു സായ് സുദർശൻ ആദ്യം ഒരു എറി കൊള്ളുന്നു, അവിടുന്ന് ഒരു ഇഞ്ചുറി പറ്റുന്നു, അവിടുന്നാണ്. അതുവരെ ഒരു നല്ല സ്കോർ ചെയ്തിട്ടാണ് വന്നത്. 2.5 ഓവേഴ്സ് വരേക്കും നല്ല സ്കോർ ചെയ്തിട്ട് 40 റൺസിന് ആ അറൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നീട് ആ മൊമെന്റം നഷ്ടപ്പെട്ടിട്ട് അവർക്ക് തിരിച്ച് കിട്ടിയിട്ടേ ഇല്ല. ഗില്ല് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റൺസ് അടിക്കുന്നുണ്ടായിരുന്നു, റൺസ് വരുന്നുണ്ടായിരുന്നുള്ളതല്ല, 12 റൺസ് പെർ ഓവർ ആദ്യം തൊട്ട് വേണ്ട ഒരു മാച്ചിൽ അതിന് വേണ്ട ഒരു മൊമെന്റ് അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. ഇതിനകത്തിൽ ഇത്രയും സ്കോർ 240+ ചേസ് ചെയ്യാൻ പോകുമ്പം റണ്ണെ ലൈക്ക് ഒരു ബാറ്റ്സ്മാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 200 സ്ട്രൈക്ക് റേറ്റിലാണ് കളിക്കേണ്ടത്. ഒരു ബാറ്റ്സ്മാൻ ഒന്നുമല്ല, കളിക്കുന്ന ബാറ്റ്സ്മാന്മാരെല്ലാം മിനിമം 200 സ്ട്രൈക്ക് റേറ്റ് വേണം കളിക്കാൻ വേണ്ടി. ഇപ്പോൾ അവരുടെ GTയുടെ സംബന്ധിച്ച് നോക്കിയാൽ അവർക്ക് 190 സ്ട്രൈക്ക് റേറ്റിന് മണ്ടക്കോട്ട് പോലും ഒരു ബാറ്റ്സ്മാൻ ഇല്ല. മനസ്സിലായി. ആകെ 3 ഓവർ വരെ ഉള്ളൂ അവർ റിക്വയർഡ് റൺ റേറ്റിന് മുകളിൽ നിന്നത്. 3 ഓവറിന് ശേഷം ദേ വെർ നോട്ട് ഈവൻ ഇൻ ദ ഗെയിം. അവരപ്പം മുതലേ അതെ, അതെ, കളി തോക്കുമെന്ന് മനസ്സിലായി. നെറ്റ് റൺ റേറ്റ് കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ കളിച്ചത്. അപ്പോൾ അതിലും മുമ്പ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഒരുപാട് തവണ ബട്ടലിൻ്റെ കാര്യം പറഞ്ഞാണ്. ബട്ടലിൻ്റെ ഹാൻഡ് ഐ കോർഡിനേഷനിൽ എന്തോ പ്രശ്നമുണ്ട്. ഹി വാസ് ഫ്രാക്ഷനലി ഒരു സെക്കൻഡ് ഫ്രാക്ഷനിൽ പുള്ളി ഷോട്ടാണ് ബോളിലേക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് ലൈക്ക് ഐ നെവർ എവർ ലുക്ക് ആൻഡ് ലൈക്ക് ബട്ട്ലർ ഈസ് ഇൻ ടച്ച്. ഒരിക്കലും ബട്ട്ലർ ഇത്ര സ്കോർ ചെയ്തിട്ടില്ലെങ്കിലും ബട്ട്ലർ ടച്ചിലാണെന്ന് എനിക്കൊരു ഫീലേ ഇല്ല. ഇപ്പോൾ ബട്ട്ലറിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ തന്നെ പുള്ളി 12 പന്തിൽ 12 റണ്ണാണ് എടുത്തത് ഫസ്റ്റ് 12 ബോൾസിൽ. ഒട്ടും വ്യത്യസ്തമല്ല ഗില്ലിൻ്റെ കാര്യം. ഗില്ല് 15 ബോൾസിലാണ് ഫസ്റ്റ് 14 റൺസ് എടുക്കുന്നത്. റണ്ണേ ബോൾ പോലും ഇല്ല രണ്ടുപേരും. അവരാണ് ഇടയ്ക്കൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ പോയത്. അവിടുന്നേ കളി പോയി. അതിലെല്ലാം ഉപരി അവർ നരേനെ ടേക്ക് ഡൗൺ ചെയ്തില്ല. നരേൻ എറിഞ്ഞ 6 ഓവറിൽ 29 റണ്ണ് മറ്റും എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ 4 ഓവർ 29 എന്നുള്ള മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള 16 ഓവറിൽ 14 സ്ട്രൈക്ക് റേറ്റ് വേണം, റൺ റേറ്റ് വേണം ജയിക്കാൻ. അതെന്തുവായാലും നടക്കത്തില്ല ഒരു ഹൈ സ്കോറിങ് ഗെയിമിൽ. നരേൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് പെർഫോമൻസ്. ബാക്കി 12 അതെ, ഓവർ അതെ. സ്പിന്നേഴ്സ് എറിഞ്ഞതിനകത്തിൽ 11 ഫോറും 12 സിക്സും അടിച്ചു. അതായത് ഓരോ ഓവറിൽ മിനിമം ഒരു 4 ഒരു 6 എന്നുള്ള നിലയിൽ 2 ബൗണ്ടറി എന്നുള്ള രീതിയിൽ അടിച്ചു. നരേൻ എറിഞ്ഞ 4 ഓവറിൽ ആകെപ്പാടെ കൺസീഡ് ചെയ്തത് 3 ബൗണ്ടറിയാണ്. ഹി വാസ് ട്രിമെൻഡസ്ലി എക്സെപ്ഷണൽ ടുഡേ എന്ന് വേണം പറയാൻ. അതെ, അതെ. അതാണ് അവിടെ റൺ ഫ്ലോ തടഞ്ഞ ഒരു ക്രൂഷ്യൽ വിക്കറ്റ് ഇട്ടത്. അതിനകത്ത് GT ഒരു വേറെ ഒന്ന് രണ്ട് മണ്ടത്തരങ്ങൾ ചെയ്തു. ഒന്ന്, ഇപ്പോ ഈ ഇഞ്ചറി പറ്റി സായ് സുദർശൻ പോകുന്ന സമയത്ത് ജോസ് ബട്ട്ലർ വരുന്നതിന് പകരം നിഷാന്ത് സന്ധുവിനെ അയച്ചു. അത് പെട്ടെന്ന് ഒരു ചേഞ്ചിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, മനസ്സിലായില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നീട്
അവസാനം സായ് സുദർശൻ ഹോൾഡറിനെ അവിടെ വെച്ചിട്ട് സായ് സുദർശൻ എന്തിനാണ് 15th ഓവർ കഴിഞ്ഞപ്പോൾ ഇറക്കി വിട്ടതെന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു അതെനിക്ക് ആകെ ഹിറ്ററായിട്ട് തോന്നുന്നു നിങ്ങൾ സായ് സുദർശൻ എത്രത്തോളം ഹിറ്റ് ചെയ്യും എന്ന് എനിക്കറിയില്ല. ഇനി 50 അടിക്കാൻ വേണ്ടിയിട്ട് വിട്ടതാണോ എന്ന് എനിക്ക് സംശയം. അതെ 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 അതെനിക്ക് തോന്നുന്നു 50 അടിക്കാൻ വേണ്ടി തന്നെ വിട്ടതാണ്. കാരണം ഈ 50യോട് കൂടി സായി സുദർശൻ കണ്ടിന്യൂസ്ലി 4 50 അടിച്ചു. ഒന്നുകൂടെ കണ്ട് അടിച്ചാൽ റെക്കോർഡാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഹോൾഡർ അവിടെ വന്നിരുന്നുണ്ടെങ്കിൽ ശരിക്കും ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 15th ഓവറിൽ അടിക്കാനാണെങ്കിൽ പോലും ഒരു നല്ല അടി വന്നിരുന്നുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഈ GT ആയതുകൊണ്ടാണ്. നല്ല ഹിറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തെവാട്ടിയെ പണ്ടത്തെയൊക്കെ പോലെ കളിക്കുകയും ഒരു ഹോൾഡർ ഒരു സൈഡിൽ നിന്ന് അടിക്കുകയും കൂടെ ചെയ്തിരുന്നെങ്കിൽ ജസ്റ്റ് 29 റൺസിന്റെ ഒരു ഇതല്ലേ, ഡിഫറൻസ് അല്ലേ അത് കയറി ഇവർ വന്നേനെ. തമ്മിലുള്ള അവർ ഡിഫറൻസ് 29 റൺസിലുപരി GT കളിച്ചപ്പോൾ ആകെ 12 സിക്സ് അടിച്ചിട്ടുള്ളൂ ആ ഇന്നിങ്സിൽ. പക്ഷെ KKR ആണെങ്കിൽ 22 സിക്സ് അടിച്ചു. മനസ്സിലായി, തമ്മിലൊരു ബന്ധമില്ലാത്ത കണക്ക്. അവിടാണ് ഈ പണി പാളിയത്. പിന്നെ അതിലുപരി ഇപ്പം KKRനെ സംബന്ധിച്ചും വലിയ ഒരുപാട് പാളിച്ചകൾ പറ്റിയെന്ന് വെച്ചാൽ ഈ അവിടെ ഒരു പുതിയ ബോളറുണ്ട്, ഒരു ഹർഷ് ദൂബെ, കറക്റ്റാണോ പേരൊന്ന് ഒന്നുകൂടെ നോക്കണം. അല്ല, സൗരഭ് ദൂബെ. അല്ലല്ല, സൗരവ് ദൂബെ. സൗരവ് ദൂബെ പുള്ളിയെ പവർ പ്ലേയിൽ ഓരോ ഓവറൂടെ എറിയിക്കണമായിരുന്നു. ഫസ്റ്റ് ഓവർ എറിഞ്ഞു, പുള്ളിക്ക് ലൈൻ കറക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് ആ വൈഡ് ഫോർ പോയതും ഒരു ഫോർ അടിച്ചതും. പക്ഷേ ബാക്കി എല്ലാ ബോൾസും പുള്ളി സ്ട്രഗിൾ ചെയ്യായിരുന്നു. പുള്ളിയുടെ ലൈക്ക് ഹീസ് വെരി ഹൈറ്റ്, ലൈക്ക് 6.6 ആണ് പുള്ളിയുടെ ഹൈറ്റ്. ഇന്ത്യയിൽ അത്രയും ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളർ ഇല്ല. ബോൾ എറിയുന്നത് 130 to 135 ആണ്, വലിയ സ്പീഡി അല്ല. പക്ഷേ ആ ഹൈറ്റിൽ ആൻഡ് ബോൾ ഈസ് ഡെറിവിങ് സോ ക്ലോസ് ടു സ്റ്റംപ്സ്. അങ്ങനെയുള്ള കേസസിൽ നല്ല പെട്ടെന്ന് സ്ലോസ് ടേക്ക് ഒക്കെ ഡൗൺ ചെയ്യാൻ, എറിയുന്നുണ്ടായിരുന്നു. അതെ, പെട്ടെന്ന് ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിക്ക് ഒരു ഓവറോടെ കൊടുക്കണമായിരുന്നു. പുള്ളിക്ക് കൊടുത്ത ഓവർ മറ്റേ 11 ഇഞ്ചുറി ആയി പോയൊരു ഓവറാണ്. ദേ പക്ഷെ വന്നു, ദാ അല്ലാതെ ഒരു പോയി ഓവറോടെ കൊടുക്കണം. ടീമുണ്ട്. ഒരു ദേ കാര്യം വന്നു, ദാ ഉറപ്പായി, പോയി. അതാണ് അടുത്ത പ്രശ്നം. തവണ 11 മിനി ഓപ്ഷന് കാണും. ആരെങ്കിലും 2 കോടി ബേസ് പ്രൈസിൽ എടുക്കുകയും ചെയ്യും. എടുക്കേണ്ടി വരും. അല്ലാതെ ഇങ്ങനെ എങ്ങനെയാണ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ട് ഒരു ഇഞ്ചുറി. 2 ബോളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു സീസണിൽ വരുമോ പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കും 8 അവർ ഗോൾ എനിക്കൊന്ന് എറിയാൻ ഇതുവരെ 18 കോടി. ഇറക്കാതിരുന്നത്. അതാ അത് അതുകൊണ്ടായിരിക്കും ചിലപ്പോ അവര് ഇറക്കാതിരുന്നത് ഈ ഒരു സീസണിൽ. ബോളിന് 11 ഒരു ബോൾ എറിയുന്നതിന് വില 2.5 കോടി, 2.25 കോടി ഒരു ബോൾ ഡെലിവറി ചെയ്യുന്നത്. 8 ബോൾ എറിഞ്ഞാലാണ് ഈ പറഞ്ഞ 18 കോടി. അതെ അതെ. അപ്പൊ അതാണ് GT. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എനിക്ക് GT അത്ര മോശം ഇതായിട്ട് ചെയ്തതെന്ന്, എനിക്ക് ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ കളി കുറച്ചും കൂടെ ടൈറ്റ് ആയനെ. കാരണം ഇത് ചേസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയനെ. ഒരു ക്യാച്ച് കറക്റ്റ് ആയിട്ട് എടുത്തിരുന്നുണ്ടെങ്കിൽ KKR ഒരു 210-നകത്ത് നിന്നേന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ GTക്ക് അത് കുറച്ചും കൂടെ ചേസബിൾ ആയിരുന്നു. ഈ ഒരു ഫേസിൽ അവർ 210 മുകളിൽ അടിച്ചല്ലോ. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആ ക്യാച്ചസ് ആണ് ഇതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് വന്നത്. ക്യാച്ചസ് ഈ ഒരു സീസണിൽ നമ്മൾ കണ്ട ആരൊക്കെ ക്യാച്ച് വിട്ടിട്ടുണ്ട് അവരെല്ലാം നല്ല രീതിയിൽ തോറ്റിട്ടുണ്ട്. ഇപ്പൊ പഞ്ചാബ് അതിൽ ക്യാച്ച് വിട്ടിട്ടുണ്ട്, ഒരു ഒരു കാര്യം കളി കൂടെ, തോറ്റു എന്നല്ല, ഉം, അവർ ഈ ഒരു കാര്യം കൂടെ, അവസ്ഥയിലെത്തി തന്നെ ക്യാച്ച് വിട്ടതിന്റെ പേരിലാണ്. അതെ അതെ അതെ, അത് മാത്രമല്ല GTയുടെ ബോളേഴ്സ് ഹിറ്റ് ദ ഡെക്ക് ബാക്ക് ഓഫ് ദ ഹാൻഡ് ഡെലിവറീസ് മാത്രം അവർ ട്രൈ ചെയ്ത്. ഇവരാരും GT ഡിഡിൻ ട്രൈഡ് ആസ് മെനി ആസ് ബോൾ സ്ലോ ബോൾസ് കമ്പയറിംഗ് ടു KKR കട്ടേഴ്സ് ഒരുപാട് എറിഞ്ഞു. ബോൾ ഗ്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ ബോൾസ് അവർക്ക് ഡോട്ട് ബോൾ ആക്കാൻ പറ്റി. പക്ഷേ അത് GT ട്രൈ ചെയ്തതേ ഇല്ല എന്നുള്ളതും ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് ഇതിനകത്തിലൊരു കാര്യമുണ്ട്. ഇതിനകത്തിൽ ശുഭ്മൻ ഗിൽ എന്ന് പറഞ്ഞ പോസ്റ്റ് മാച്ചിൽ പറഞ്ഞ ഇത് കുഴപ്പമൊന്നുമില്ല, ഒരു കളി തോറ്റു അത്രേ ഉള്ളൂ. അങ്ങനെയല്ല, അത് നല്ല കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞോട്ട് ഞാൻ നോക്കുന്നത് ഈ ഒരു ടീം 22 സിക്സ് അടിച്ചു, അതും ഷോർട്ട് ബൗണ്ടറീസിൽ. അവിടെ 12 മാത്രമേ അടിക്കുന്നുള്ളൂ. അവരിപ്പോഴും അനൂജ് റാവത്ത് എന്ന് പറഞ്ഞൊരു 6 ഹിറ്ററിനെ അവർ എല്ലാ കളിയും ഇമ്പാക്ട് സബിലുണ്ട്. ഒരു കളി പോലും അവർ കളിപ്പിക്കുന്നില്ല. നിശാന്ത് സിദ്ധു കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല ഈ പറഞ്ഞുകൊണ്ട് അനുജ് റാവത്തിനെ സംബന്ധിച്ച്. അനുജ് റാവത്ത് പ്യൂർ ഹിറ്ററാണ്. ഇപ്പോൾ ഡൽഹി പ്രീമിയർ ലീഗിലാണെന്നുണ്ടെങ്കിലും ഓപ്പണിംഗ് ആയിട്ട് ഇറങ്ങി ബാറ്റ് ചെയ്താണ്. ബാംഗ്ലൂരിന് വേണ്ടി സെയിം പൊസിഷനിൽ നിന്ന് ഒരുപാട് കളി ജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിയെ പുറത്തിരുത്തുന്നതുകൊണ്ട് എനിക്ക് ഒരു യോജിപ്പുമില്ല. ഇതൊരു പ്രശ്നം തന്നെയാണ്. പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ GTയുടെ ബോളേഴ്സ് GT വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇനിയും ക്വാളിഫയറും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഫൈനൽ മാത്രമേ ഉള്ളൂ GTയിൽ. ബാക്കി എല്ലാം ഹൈ സ്കോറിംഗ് വെന്യൂസിൽ അവിടെ ഒന്നും GTയുടെ ബോളേഴ്സ് അത്ര എഫക്റ്റീവ് ആവുന്ന ഒരു കണ്ടീഷൻസ് അല്ല എന്നുള്ളതും അവരെ സംബന്ധിച്ച് വെറുതെ ജയിക്കുന്ന ഫാക്ടറാണ്. അതെ. പക്ഷെ ഇപ്പോൾ ഇവര് ജയിച്ച മാച്ചസിൽ പകുതിയോളം മാച്ചസ് ഇവർ എവയിലും ജയിച്ചിട്ടുണ്ട്.
പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഏക്കാന പോലുള്ള ഗ്രൗണ്ടുകളിലൊക്കെ ആണെന്ന് നമുക്ക് നോക്കാം. എങ്കിൽ പോലും ഇവരുടെ ഒരു കാൽക്കുലേഷൻ ഇപ്പോൾ ഗില്ലിൻ്റെ ഒരു വർത്തമാനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ ക്യാച്ചസ് എടുത്തില്ല, അതുകൊണ്ട് വി ഡിസേർവ് ടു ലോസ് എന്നാണ് ഗില്ല് പറയുന്നത്. അതായത് അവരുടെ ഒരു കാൽക്കുലേഷനിൽ ഇപ്പോൾ അവരുടെ ബോളിംഗ് ആണ് അവരുടെ സ്ട്രെങ്ത്. ഒരു ഒപ്പണൻസിന് 216 അതിന് താഴെ ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ പോലും എറിഞ്ഞിടുക, ചേസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് 200 അറൗണ്ട് 200-210 അടിക്കുക, എന്നിട്ട് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി. അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യണം. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഒരു പണി കിട്ടാനുള്ള ചാൻസ്, പ്രത്യേകിച്ചും ലാസ്റ്റ് മാച്ച് ഇനി ചെന്നൈ ആയിട്ടാണ്. ആ മാച്ച് എങ്ങനെ GT തോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 2-ൽ എത്താൻ പറ്റില്ല. പിന്നെ അവർക്ക് ഈ ക്വാളിഫയർ കളിച്ചിട്ട് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് 2-3 കളി കളിക്കണമല്ലോ, 2 കളി എന്തായാലും കളിക്കണം. അപ്പോൾ ആ കളിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരിടത്തിട്ട് പണി കിട്ടാനുള്ള ചാൻസ് വെരി ഹൈ ആണ്. അവിടെയാണ് ടോപ്പ് 2-ൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ GT മിക്കവാറും സ്ട്രഗിൾ ചെയ്യും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. നമ്മൾ ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ് GTയുടെ ഒരു പ്രശ്നം. ബാംഗ്ലൂരിന് 2 കളിയിൽ ഇനി ഒരെണ്ണം ജയിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യാം. അതെ. അപ്പോൾ അതാണ് GT സംബന്ധിച്ച് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ടോപ്പ് 2-ലേക്ക് എത്താൻ. ചെന്നൈയുമായിട്ടുള്ള മാച്ച് അത്ര ഈസി ആയിരിക്കില്ല, കാരണം ചെന്നൈയും ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതും ഈസി ആയിരിക്കത്തില്ല. ആകെ KKR GTക്കെതിരെ 6 കളി കളിച്ചതിൽ 6 കളി കളിച്ചിട്ടുണ്ട് KKR. അതിലാകെ 2 എണ്ണം ഇതുവരെ ജയിച്ചിട്ടുള്ളൂ. ഇതാദ്യമായിട്ടാണ് KKR GTയെ കൊൽക്കത്തയിൽ തോൽപ്പിക്കുന്നത്. എനിക്ക് തോന്നിയത് അവർ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല ഈ ഒരു തോൽവി. പിന്നെ ആകെപ്പാടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഡൗട്ട്. അത്യാവശ്യം നെറ്റ് റൺ റേറ്റിൽ വലിയ അടി കിട്ടാതെ രക്ഷപ്പെട്ടു പോയി. അതെ. എന്തായാലും KKRനെ സംബന്ധിച്ച് ഇപ്പോഴും എലൈവാണ്. KKR ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് 2 മാച്ചോ ഇനി എത്ര 2 മാച്ചോ 3 മാച്ചോ KKRനുള്ളത്? 2 മാച്ച് 2 മാച്ചും കൊൽക്കത്തയിൽ വെച്ചിട്ട് തന്നെയാണ്. ഒന്ന് DC ആണ്, ഒന്ന് മുംബൈ ആണ്. അപ്പോൾ ഇത് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണം മറ്റ് മാച്ചുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒരു ചാൻസ്. അതെ. ഈ ഒരു രീതിയിൽ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എത്ര ടീമിന്റെ ഇപ്പൊ കണ്ടു. LSG ഇന്നലെ കണ്ടു, കറക്റ്റായിട്ടുള്ള കോമ്പിനേഷൻ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മാച്ച് വിൻ ചെയ്യുന്നത് നമ്മളുണ്ട്. ഇതൊക്കെ സീസണിന്റെ ആദ്യം തന്നെ ഒരു ഫിഗർ ഔട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ കൊൽക്കത്തയെ സംബന്ധിച്ച് ഈ റാണയുടെ പരിക്കാണ് അവരെ കാരണം അവർക്ക് ആ ഒരു മെയിൻ ബോളർ അവിടെ ഒരു മിസ്സായി. ഒരു ഇന്ത്യൻ റാണയുടെ മാത്രം പരിക്കല്ല, അതിനകത്തിൽ ആദ്യത്തെ കുറേ ഇന്നിങ്സുകളിൽ ഗ്രീൻ ബോൾ ചെയ്തിട്ടില്ല. ആദ്യത്തെ ഒരു 3-4 ഇന്നിങ്സ് ഗ്രീൻ ബോൾ ചെയ്തില്ല. പിന്നെ അതിനുശേഷം അവർ സ്ട്രൈക്ക് ബോളർ എന്നുള്ള രീതിയിൽ 18 കോടി കൊടുത്ത 11 ബോൾ ചെയ്തില്ല. മനസ്സിലായി? ക്യാൻ യു ഇമാജിൻ എ ടീം വെയർ മുംബൈ വിത്ത് ഔട്ട് ബുംറ 18 കോടി എടുത്ത്? അതേ കൂട്ട് തന്നെ പല ടീമിലും അത്ര എഫക്റ്റീവ് അല്ല. അന്ന് കളിച്ച കളികളിൽ വിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. കളിച്ച 2-3 കളികളിൽ ഇതായിട്ടുണ്ട്. പിന്നീട് അവർക്ക് ഈ പവൽ എന്ന് പറഞ്ഞൊരു ഫിനിഷറിനെ വേണം എന്നുള്ളൊരു റീസൺ കൊണ്ടാണ് പിന്നെ അങ്ങോട്ട് പോകാതിരുന്നത്. 11 പവർ പ്ലേയിൽ 2 ഓവർ തരാൻ പറ്റുമെന്നുണ്ടെങ്കിലും 11 ഡെപ്തിലും 2 ഓവർ തരാൻ പറ്റുമെന്നുണ്ടെങ്കിലും 11 എന്ന് പറഞ്ഞൊരു ബോളറെ ഞാൻ ഹൈലി റേറ്റ് ചെയ്യും. അല്ലാതെ മിഡിൽ ഓവറിൽ കൊണ്ടുവന്ന് 11 കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ബോളറല്ല പുള്ളി. പവർ പ്ലേ 2 ഓവർ അറിയണം, ഡെപ്തിലും 2 ഓവർ അറിയണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ 11 എന്ന് പറയുന്ന ആൾ കിട്ടിലമാണ്. 11 എറിഞ്ഞാലല്ലേ പറ്റൂ, എറിയണ്ടേ? അപ്പം എന്ത് ചെയ്യാൻ പറ്റും? 2.25 കോടി എറിഞ്ഞാൽ കിടുവാണ്. അപ്പോൾ അതാണ്. നമുക്കപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇതിൽ? ഇല്ല, ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. മുന്നോട്ട് കാര്യങ്ങൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ബാക്കിയുള്ളവർക്ക് ചെന്നൈക്കൊക്കെ ഒരു പ്രതീക്ഷനാണ് ഇപ്പോൾ GT തോറ്റത്. ചെന്നൈക്ക് വലിയ ബാധിക്കത്തില്ലെന്ന് തോന്നുന്നല്ലേ? ഈ ചെന്നൈ വലിയ രീതിയിൽ ബാധിക്കത്തില്ല. ഇല്ല, ഇത് ടോപ്പ് 2-ൽ കോമ്പീറ്റ് ചെയ്യുന്ന ടീമിന് മാത്രമേ എഫക്ട് ചെയ്യത്തുള്ളൂ. SRHനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ RRന് വേണമെന്നുണ്ടെങ്കിൽ ഇനി ടോപ്പ് 2-ൽ എത്താനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ടീമുകൾക്കൊക്കെ ഗുണമാണ്. സോ അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ നമ്മൾ ഹരൺ ബ്രോ ആയിട്ട് വീണ്ടും ഒത്തുകൂടുന്നത് വരെ ബൈ.